വയനാട് മുണ്ടക്കയിൽ ഉണ്ടായ മണ്ണിടിച്ചെന്ന് പറയുന്നത് സാധാരണ മനുഷ്യനായിട്ടുള്ള സഹജീവിയുടെ സ്നേഹമുള്ള എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദാരുണമായിട്ടൊരു സംഭവമാണ്. വാർത്ത കണ്ടുകൊണ്ടിരിക്കാനോ അത് അവതരിപ്പിക്കാനോ കാശ്മീർ പോലുള്ള അവതാരകർക്ക് അത് പറയാൻ പോലും പറ്റുന്നില്ല. അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിനിടയ്ക്ക് ചില രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ അവരുടെ പേഴ്സണൽ ലാഭം ഉണ്ടാക്കാനും അതിനിടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യരുത്. പിന്നെ ഒരു വല്ലാത്തൊരു പോസ്റ്റ്, നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളൊപ്പം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ കാണും, സേവാഭാരതി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്. അത് മോഹൻലാലിൻ്റെ ഫാൻസ് പേജിൽ നിന്നൊക്കെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാര്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അവിടെ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും മുസ്ലിംസ് ആണ്. അപ്പോൾ അവരുടെ ആഘോഷങ്ങളിൽ സേവാഭാരതി പങ്കുചേരില്ല, പക്ഷെ അവരെ രക്ഷിക്കാനുണ്ടാവും. അതെന്തൊരു ഡയലോഗ് ഈ അടിക്കുന്നത്! എന്താണ് അവരതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഈ ഒരു സമയത്ത് ആര് രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പം സേവാഭാരതി ചെയ്യുന്നോ, ഡിവൈഎഫ്ഐ ചെയ്യുന്നോ, യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നോ, ഇതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ആളുകൾ ഇറങ്ങണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഇടയ്ക്ക് ആര് എവിടെ പോയി എന്ത് ചെയ്തു, നിങ്ങളുടെ മനസ്സിലെ കുത്തിത്തിരിപ്പ്, നിങ്ങളിലുള്ള വിവേചന ചിന്തകൾ, അതെല്ലാം കൂടെ ഇതിനകത്ത് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? ഇവരുടെയൊക്കെ പ്രശ്നമാക്കില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അത് ഒരു മനുഷ്യന് മനസ്സിലാകത്തില്ല ലോകത്തുള്ളത്. പിന്നെന്താ, ആർമി വന്നു, ഹെൽപ്പ് ചെയ്തു. ആർമീനെ ഉണ്ടാക്കിയത് മൊത്തം സെൻട്രൽ ഗവൺമെൻറ്റും മോദിജിയുമാണ്. അതിന് മുമ്പ് ഇന്ത്യയിൽ ആർമി ഇല്ലായിരുന്നു. ഭയങ്കര സംഭവമാണ്. നേവി വന്നു, വ്യോമസേന വന്നു, ഇതൊക്കെ വന്നു. അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഔദാര്യമൊന്നുമല്ല. കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പം ആർമി വരികയും നേവി വരികയൊക്കെ ചെയ്യുന്നത് അത് കേരളത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ടാണ് കേരളം ഇന്ത്യൻ യൂണിയനിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, അത് ആർമിയുടെയും നേവിയുടെയും ഒക്കെ കടമയുമാണ്. അത് ആരുടെ ഔദാര്യമൊന്നുമല്ല. എന്തൊക്കെയാണ് ഇവർ പടച്ചുവിടുന്നതെന്നുള്ളതാണ് ഭയങ്കരമാണത്. എന്താണ് ചില ആളുകൾ, അത് അവർ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും ഇത്തരം മാനസിക രോഗങ്ങൾക്ക് അടിമയായിപ്പോൾ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ അമിത്ഷായുടെയും സുരേഷ് ഗോപിയുടെയും മോദിയുടെ ഒക്കെ മക്കളാണെന്ന് തോന്നുന്നു. അവർക്ക് കേരളത്തിൽ ജനതയായിട്ട് ബന്ധമൊന്നുമില്ല. അവരിവിടെ ജീവിക്കുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാം സുരക്ഷയെല്ലാം ഉപയോഗിക്കുന്നുമുണ്ട്. എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുമാർക്ക്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല.